അതല്ല ഒരു ചെറിയൊരു റീട്രേസ്മെൻറ്റ് ബൈ ആണ് നോക്കുന്നതെങ്കിൽ ഒരു 4260-70 ലെവലിൽ ഒരു റീട്രേസ്മെൻറ്റ് ബൈ നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ആൻഡ് നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മേജർ സെൽ ഏരിയ നോക്കാം. ഇവിടെ ഈ കാണുന്നത് ഇവിടെ ഹായ് ഓൾ, വെൽക്കം ടു വീക്ക്ലി അനാലിസിസ്. സോ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ സെല്ലിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടെന്നും ഈ കാണുന്ന ഏരിയ ബ്രേക്ക് ചെയ്യുന്നു, ഒരു DOയിൽ ബ്രേക്ക് ചെയ്യുന്നു നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ നമുക്ക് ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന മൺഡേ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഓക്കെ, ബിഫോർ ദാറ്റ് ഇന്നലെ NFPയുടെ സെല്ല് നടന്ന ഏരിയ എന്ന് പറഞ്ഞത് ഇതാണ്. സോ ആ സമയത്ത് നമ്മൾ യൂട്യൂബ് ലൈവിലുണ്ടായിരുന്നു. സോ യൂട്യൂബ് ലൈവിൽ ഓൾറെഡി നമ്മൾ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു റിസൾട്ട്. ഓൾറെഡി ഒരു 1:6 ആ NFPയിൽ തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിച്ചു. നമ്മുടെ സ്റ്റുഡൻസിനും നമുക്കും തന്നെ അത്യാവശ്യം നല്ലൊരു ഹ്യൂജ് പ്രോഫിറ്റ് മേക്ക് ചെയ്യാനായിട്ടും ഈ ഒരു യൂട്യൂബ് ലൈവിലൂടെ സാധിച്ചു. സോ നിങ്ങൾക്കും യൂട്യൂബ് ലൈവിൽ വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ജോയിൻ. ഓക്കെ, സോ നമുക്ക് ഇനി മൺഡേ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സെൽ ഓഫ് നമുക്കിവിടെ നടന്ന് കാണാം. ആ ക്യാൻഡലിൻ്റെ വോളിയം തന്നെ നോക്കി കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ഹ്യൂജ് വോളിയം ഉള്ളൊരു ക്യാൻഡിലാണ് നടന്നേക്കുന്നത്. മാത്രമല്ല ഈ ലോ ബോഡി ബ്രേക്ക് വെച്ചിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന ദിവസവും ഇതിൻ്റെ താഴത്തേക്ക് പ്രൈസ് പോകാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ കാണുന്നത്. മാർക്കറ്റ് ഇപ്പോൾ ഒരു എക്സ്ട്രീം ബെയറിഷ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഒരു ഡെയിലി പ്രോസ്പെക്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു 4100 ലെവൽ വരെ പ്രൈസ് മൂവ് ചെയ്യാനുള്ള ഹൈ ചാൻസ് ആണ്. അതല്ല ഒരു ചെറിയൊരു റീട്രേസ്മെൻറ്റ് ബൈ ആണ് നോക്കുന്നതെങ്കിൽ ഒരു 4260-70 ലെവലിൽ ഒരു റീട്രേസ്മെൻറ്റ് ബൈ നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ആൻഡ് നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മേജർ സെൽ ഏരിയ നോക്കാം. ഇവിടെ ഈ കാണുന്നത് ഞാനിവിടെ വരച്ചിരിക്കുന്നത് ഒരു 4 അവറിൻ്റെ എന്നൊരു ഓർഡർ ഫ്ലോ ആണ്. സോ ഈ ലെവലിലേക്കൊക്കെ പ്രൈസ് വന്നു കഴിഞ്ഞാൽ പിന്നെയും പ്രൈസ് ഈ അഗ്രസീവായിട്ടുള്ളൊരു ഫോള് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ നമുക്കൊരു 15 മിനിറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ടർ ടൈം ഫ്രെയിമിൽ നമുക്ക് സെൽ ഏരിയാസ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഏരിയ ആൻഡ് ഈ കാണുന്ന ഏരിയ ആണ്. മൈറ്റ് ബി ഇത് റിയാക്ട് ചെയ്തിട്ട് ഇത് ഫെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കാണുന്ന ഏരിയയിലേക്ക് പ്രൈസ് വരാനുള്ള ചാൻസസ് കുറച്ചും കൂടി കൂടുതലാണ്. ആ ഗോൾഡിൽ ഒരു പക്ക ബെയറിഷ് വ്യൂ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഒരു മാർക്കറ്റ് പുൾ ബാക്ക് എടുക്കാനുള്ള ഒരു ചാൻസും ഒരു ഇൻഡിക്കേഷൻ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. സോ അപ്പോൾ സെല്ലിലേക്ക് എടുക്കുന്ന ഓരോ പൊസിഷൻസും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ബൈ എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ എടുക്കുന്ന റിസ്കിൻ്റെ പകുതി എടുക്കാനായിട്ട് മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ, സോ നമുക്കിനി EURUSD അനലൈസ് ചെയ്യാം. സോ ലാസ്റ്റ് ഡേയ്സ് നമ്മൾ EURUSD ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സെല്ല് ചെയ്യാൻ പറ്റിയ ഏരിയ എന്ന് പറയുന്നത് ഈ കാണുന്നൊരു ഏരിയ ആണെന്നല്ലേ. സോ നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് അതുപോലെ തന്നെ ആ ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷം നല്ലൊരു അഗ്രസീവ് ഫോളോ വന്നു. ആൻഡ് നമ്മളിവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡെയിലി ഡിമാൻഡ് ലെവലിലേക്കാണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് കാണാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അത്യാവശ്യം നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ്, ഒരു റിയാക്ഷൻ പോലും തരാതെ എഗെയിൻ നമുക്കിവിടെ ഈ ഒരു 70-80% വരെ ഇപ്പോൾ ആ ഒരു OBയുടെ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. സോ മൺഡേ മേ ബി ഈ ഒരു ഏരിയയിൽ നിന്ന് റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് അതല്ല ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഈ കാണുന്ന ഒരു 1.14 ലെവലിലേക്ക് വരാനുള്ള ചാൻസും കൂടുതൽ തന്നെയാണ്. ആൻഡ് നമുക്കിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയൊരു മേജർ വ്യൂ എന്താണെന്ന് നോക്കാം. മേജർ വ്യൂ ഓഫ് കോഴ്സ് സെൽ തന്നെയാണ്. സോ ഇനി സെല്ലെടുക്കാൻ പറ്റിയൊരു ഏരിയ എന്ന് പറയുന്നത് ഈ കാണുന്ന ഏരിയയിലേക്ക് പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ നിന്ന് ഒരു സെൽ ഡയറക്ഷനിലേക്ക് തന്നെ പ്ലാൻ ചെയ്യാം. ഒരു ലോങ് ടൈമിലേക്ക് സെല്ലെടുക്കാനും നിങ്ങൾക്ക് അവിടെ നിന്ന് സാധിക്കും. ആൻഡ് ഒരു ഷോർട്ട് ടൈം ബൈ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നിൽക്കുന്ന കറണ്ട് ഏരിയ എന്ന് പറയുന്നത് ഡെയിലിയുടെ ഒരു ഡിമാൻഡ് ലെവലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്നൊരു ഷോർട്ട് ടൈം ബൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാം. പക്ഷേ നമ്മൾ നോർമലി എടുക്കുന്ന റിസ്കിനേക്കാളും 50% കുറവുള്ള റിസ്ക് മാത്രം എപ്പോഴും ഒരു ബൈയിലേക്ക് ഇപ്പോൾ ഫോക്കസ് ചെയ്താൽ മതി. ആൻഡ് ഇപ്പോൾ ലൈക്ക് ഗോൾഡ് ആയാലും EURUSD ആയാലും ഒരു എക്സ്ട്രീം ബെയറിഷ് സിറ്റുവേഷനിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. സോ അപ്പോൾ ഇതാണ് എൻ്റെ ഗോൾഡിലെയും EURUSDയിലെയും വ്യൂ. നമുക്ക് ഇനി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഏരിയാസ് മൺഡേ എങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ മൺഡേയിലെ ഒരു പ്രീ ആൻഡ് പോസ്റ്റ് അനലൈസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.